മിശിഹായിൽ എൻ്റെ പ്രിയ സഹോദരി സഹോദരന്മാരെ, മനുഷ്യവർഗത്തിൻ്റെ ആദ്യ മാതാപിതാക്കളായിരുന്ന ആദാമിനെയും ഹവ്വായെയും കുറിച്ചാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുക. ദൈവം ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചപ്പോൾ അതിൻ്റെ ലക്ഷ്യവും ക്ലൈമാക്സും അല്ലെങ്കിൽ പരകോടിയും ആദാമിൻ്റെയും ഹവ്വായുടെയും സൃഷ്ടിയായിരുന്നു. ആദാമിൻ്റെയും ഹവ്വായുടെയും വിവരണങ്ങളിലൂടെ നമുക്ക് ലഭിക്കുന്ന ചില സത്യങ്ങളുണ്ട്. മനുഷ്യവംശത്തിൻ്റെ ഉത്ഭവം, മനുഷ്യവർഗത്തിൻ്റെ അന്തസ്സ്, അവർക്കുണ്ടായ വീഴ്ച, അവരെ പാപത്തിൽ നിന്നും ഉണ്ടാകുന്ന വീണ്ടെടുപ്പ്. ആദാമും ഹവ്വായും മറ്റെല്ലാ സൃഷ്ടികളിൽ നിന്ന് വ്യത്യസ്തരായിരുന്നു. അവർക്ക് മനുഷ്യരായ മാതാപിതാക്കളില്ലായിരുന്നു. അവർ ദൈവത്തിൻ്റെ നേരിട്ടുള്ള സൃഷ്ടികളായിരുന്നു. ദൈവം നേരിട്ടാണ് അവരെ വിവാഹത്താൽ ബന്ധിപ്പിച്ചത്. അവർക്ക് ദൈവവുമായി വ്യക്തിപരമായി നേരിട്ടും അടുത്ത ബന്ധമുണ്ടായിരുന്നു. അവർ ദൈവവുമായി നേരിട്ട് സമ്പർക്കത്തിലേർപ്പെട്ടു. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 8 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ. ആദാമും ഹവ്വായും കുട്ടികളെ പോലെ പാപരഹിതരും ലജ്ജയില്ലാത്തവരുമായിരുന്നു. ഉൽപ്പത്തി പുസ്തകം 2:25, 3-ാം അധ്യായം 7. അവർ കഷ്ടപ്പാടുകളിൽ നിന്നും മരണത്തിൽ നിന്നും വിമുക്തരായിരുന്നു. മൃഗങ്ങളിൽ നിന്നും മറ്റ് ജീവികളിൽ നിന്നും വ്യത്യസ്തമായി ദൈവത്തിൻ്റെ പ്രതിച്ഛായയിൽ സാദൃശ്യത്തിലുമാണ് അവർ സൃഷ്ടിക്കപ്പെട്ടത്. ഉൽപ്പത്തി 1:26-27 വാക്യങ്ങൾ. ദൈവം അവർക്ക് ബുദ്ധിശക്തി, സ്വതന്ത്ര ഇച്ഛാശക്തി, ധാർമ്മിക ഉത്തരവാദിത്വം എന്നിവയോടെ അമർത്യമായ ആത്മാവിനെ നൽകി. സൃഷ്ടികളുടെ മേൽ അവർക്ക് ആധിപത്യം നൽകിക്കൊണ്ട് അവരെ ഭൂമിയുടെ കാര്യസ്ഥരും എല്ലാ ജീവജാലങ്ങളുടെയും പരിപാലകരുമാക്കി. ഉൽപ്പത്തി 1:28. ആദാമിനും ഹവ്വായ്ക്കും ധാർമ്മിക സ്വാതന്ത്ര്യം നൽകി. അന്ന് സഹജവാസനയാൽ പ്രവർത്തിക്കുന്ന മറ്റ് ജീവജാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ബോധപൂർവം അനുസരണക്കേടോ തിരഞ്ഞെടുക്കുവാൻ അവരെ അനുവദിച്ചു. ദൈവം ആദ്യ മനുഷ്യനെ പൂഴി കൊണ്ട് രൂപപ്പെടുത്തുകയായിരുന്നു. ഉൽപ്പത്തി 2-ാം അധ്യായം 7-ാം വാക്യം. അതിനുശേഷം ദൈവം അവൻ്റെ നാസാരന്ധ്രങ്ങളിലേക്ക് ജീവശ്വാസം ഊതി. ഉൽപ്പത്തി 2:7. ഇത് അവന് ലഭിച്ച അമർത്യമായ ആത്മാവിനെ സൂചിപ്പിക്കുകയാണ്. അവൻ അവരെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചു. ഉൽപ്പത്തി 1:27. ദൈവം ആദാമിൻ്റെ പാർശ്വത്തിൽ നിന്ന് വാരിയലെടുത്ത് ഹവ്വായെ സൃഷ്ടിച്ചു. ഉൽപ്പത്തി 2:21-22. അത് പുരുഷൻ്റെയും സ്ത്രീയുടെയും സമത്വവും പരസ്പര പൂരകതയും എടുത്തു കാണിക്കുന്നു. ആദ്യ സ്ത്രീയെ കണ്ടപ്പോൾ ആദ്യ മനുഷ്യന് സന്തോഷമായി. അവൻ പറഞ്ഞു, ഒടുവിൽ ഇതാ എൻ്റെ അസ്ഥിയിൽ നിന്നുള്ള അസ്ഥിയും മാംസത്തിൽ നിന്നുള്ള മാംസവും. ഉൽപ്പത്തി 2:23. ദൈവം ആദാമിനെയും ഹവ്വായെയും അനുഗ്രഹിക്കുകയും അവർക്ക് ആധിപത്യം നൽകുകയും ചെയ്തു. ഉൽപ്പത്തി പുസ്തകം 1:28 ഇപ്രകാരം വായിക്കുന്നു: ദൈവം അവരോട് നിർദ്ദേശിച്ചു, സന്താനപുഷ്ടിയുള്ളവരായി പെരുകുവിൻ, ഭൂമിയിൽ നിറഞ്ഞ് അതിനെ കീഴടക്കുവിൻ. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 16-17 വാക്യങ്ങളിൽ ദൈവം വ്യക്തമായൊരു കൽപ്പന നൽകി. തോട്ടത്തിലെ എല്ലാ വൃക്ഷങ്ങളുടെയും ഫലം ഭക്ഷിച്ചുകൊള്ളുക, എന്നാൽ നന്മതിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷത്തിലെ ഫലം നിങ്ങൾ തിന്നരുത്, തിന്നുന്ന ദിവസം നീ മരിക്കും. ഈ കൽപ്പന അവരുടെ വിശ്വാസത്തിൻ്റെയും
അനുസരണത്തിൻ്റെയും ഒരു പരീക്ഷണമായിരുന്നു. ദൈവം അവരോട് സ്നേഹപൂർവമായ അനുസരണം ആവശ്യപ്പെട്ടു. എന്നാൽ ആദാമും ഹവ്വായും ദൈവത്തിൻ്റെ പ്രതീക്ഷകൾ നിറവേറ്റുന്നതിൽ ദയനീയമായി പരാജയപ്പെട്ടു. ദൈവം അവരിൽ നിന്ന് അഭികാമ്യമായ ഒന്ന് തടഞ്ഞു വയ്ക്കുകയാണ് എന്ന് സർപ്പം അവരോട് സൂചിപ്പിച്ചു. അതുകൊണ്ട് അവരുടെ പാപം ആകർഷണമായൊരു ഫലം തിന്നാനുള്ള പ്രലോഭനമല്ല, മറിച്ച് ദൈവത്തെ പോലെയാകാനുള്ള പ്രേരണയായിരുന്നു. വിലപ്പെട്ട ഫലം തിന്നുന്നത് വഴിയായി ദൈവം പറഞ്ഞതുപോലെ മരണത്തിലേക്ക് നയിക്കുകയില്ലെന്നും മറിച്ച് നന്മതിന്മകളെ അറിയുന്ന ദൈവത്തെ പോലെ ആകുമെന്നും സർപ്പം ഹവ്വായോട് പറഞ്ഞു. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 4-5 വാക്യങ്ങൾ. പ്രലോഭനത്തിന് വഴങ്ങിയ ആദ്യ മാതാപിതാക്കൾ അവരുടെ സ്വാതന്ത്ര്യം ദുരുപയോഗിച്ചു. ദൈവമില്ലാതെ ദൈവത്തെ പോലെയാകുവാൻ ശ്രമിച്ചുകൊണ്ട് അവർ ആദ്യ പാപം ചെയ്തു. ഈ പ്രവൃത്തിയുടെ ഫലമായി അവർ സൃഷ്ടാവുമായുള്ള ബന്ധം വിച്ഛേദിച്ചു. പാപം മൂലം അവർ ദൈവത്തിൽ നിന്നും അകന്നുപോയി. ആ നിമിഷം പാപം ലോകത്തിൽ പ്രവേശിച്ചു. ആ പാപത്തെ തുടർന്ന് ആദാമിൻ്റെയും ഹവ്വായുടെയും കാഴ്ചപ്പാട് മാറി. അവരുടെ നഗ്നതയിൽ അവർക്ക് ലജ്ജ തോന്നി. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 7-ാം വാക്യം. ദൈവം അവരെ സൗമ്യമായി നേരിട്ടപ്പോൾ അവർ പാപം ഏറ്റുപറയുന്നതിന് പകരം ആദം ഹവ്വായെ കുറ്റപ്പെടുത്തി, ഹവ്വ സർപ്പത്തെയും കുറ്റപ്പെടുത്തി. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 12-13 വാക്യങ്ങൾ. പാപം ഇതിനകം തന്നെ മനുഷ്യബന്ധങ്ങളെയും ഉത്തരവാദിത്വത്തെയും എങ്ങനെ മാറ്റിമറിച്ചുവെന്ന് ഇത് കാണിക്കുന്നു. ഇനി സർപ്പത്തെക്കുറിച്ച് ചിന്തിക്കാം. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൽ സർപ്പത്തെ ഏറ്റവും കൗശലക്കാരനായി പരിചയപ്പെടുത്തുകയാണ്. അവൻ ഹവ്വായെ തന്ത്രപരമായ നുണകൾ കൊണ്ട് കുടുക്കിലാക്കുകയായിരുന്നു. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 1 മുതൽ 5 വരെ വാക്യങ്ങൾ. ഈ സർപ്പം ഒരു സാധാരണ പാമ്പല്ല. അത് പിശാചായ സാത്താൻ്റെ ബാഹ്യ ആവിഷ്കാരമാണ്. പാപത്തെ നിബന്ധിച്ച ശക്തനായ ഒരു മാലാഖ സർപ്പത്തെ ഒരു ഉപകരണമായോ പ്രതീകമായോ ഉപയോഗിച്ചു. പാപത്തിൽ നിബന്ധിക്കാനോ സർപ്പത്തെ പോലെ നമ്മെ പ്രലോഭകരാക്കാനോ പിശാചിന് നമ്മെയും പ്രേരിപ്പിക്കാം. ജ്ഞാനത്തിൻ്റെ പുസ്തകം 2-ാം അധ്യായം 24-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നു, പിശാചിൻ്റെ അസൂയ നിമിത്തം മരണം ലോകത്തിൽ പ്രവേശിച്ചു. സാത്താൻ യഥാർത്ഥത്തിൽ ദൈവം സൃഷ്ടിച്ച ഒരു നല്ല ദൂതനായിരുന്നു. എന്നാൽ അവൻ മറ്റു ദൂതന്മാരോടൊപ്പം അഹങ്കാരത്തോടെ ദൈവത്തിനെതിരെ മത്സരിച്ചു. വീണുപോയ ഈ ദൂതന്മാരെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കി. വെളിപാട് പുസ്തകം 12-ാം അധ്യായം 7 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ. പിന്നീട് പാപം ചെയ്ത ശേഷം ആദ്യ മാതാപിതാക്കളെ ഏദൻ തോട്ടത്തിൽ നിന്ന് ദൈവം പുറത്താക്കി. ദൈവത്തെ ദ്രോഹിക്കാൻ കഴിയാത്ത സാത്താൻ ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട സൃഷ്ടികളെ ആക്രമിച്ച് അവർ പാപം ചെയ്യുകയും ആത്മീയമായി മരിക്കുകയും ചെയ്യുന്നതിനായി അവരോട് കള്ളം പറഞ്ഞു. ഉൽപ്പത്തി പുസ്തകം ഈ വഞ്ചനയെ ഒരു സർപ്പത്തിലൂടെ ചിത്രീകരിക്കുകയാണ്. സംസാരിക്കുന്ന ഒരു പാമ്പിനെ അക്ഷരാർത്ഥത്തിൽ കണക്കാക്കണമെന്ന് ആധുനിക കത്തോലിക്ക വ്യാഖ്യാനം ആവശ്യപ്പെടുന്നില്ല. ആദിമാതാപിതാക്കളുടെ വീഴ്ചയെക്കുറിച്ചുള്ള വിവരണം പ്രതീകാത്മക ഭാഷയിൽ എടുക്കാവുന്നതാണ്. പിശാചിൽ നിന്നുള്ള ഒരു യഥാർത്ഥ പ്രലോഭനം സംഭവിച്ചുവെന്നും നമ്മുടെ ആദ്യ മാതാപിതാക്കൾ വീണുപോയെന്നുമാണ് സാരാംശമായി നാം ഉൾക്കൊള്ളേണ്ടത്. ന്യായവിധിയുടെ ഭാഗമായി സർപ്പം അതിൻ്റെ ഉദരത്തിൽ ഇഴയാൻ ശപിക്കപ്പെട്ടിരുന്നു. ഉൽപ്പത്തി പുസ്തകം 3:14. മാത്രമല്ല, സർപ്പത്തിനും സ്ത്രീക്കും ഇടയിലും അവൻ്റെ സന്തതികൾക്കും അവളുടെ സന്തതികൾക്കും ഇടയിലും ശാശ്വതമായ ശത്രുത ഉണ്ടാകുമെന്ന് ദൈവം പ്രഖ്യാപിച്ചു. ഉൽപ്പത്തിയുടെ 3:15. ആദാമിൻ്റെയും ഹവ്വായുടെയും പതനത്തിന് ശേഷം നമ്മുടെ ആദ്യ മാതാപിതാക്കൾക്ക് യഥാർത്ഥ വിശുദ്ധിയുടെ കൃപ നഷ്ടപ്പെട്ടു. അപ്പോൾ ഇരുവരുടെയും കണ്ണുകൾ തുറന്നു, തങ്ങൾ നഗ്നരാണെന്ന് അവർ അറിഞ്ഞു. ഉൽപ്പത്തിയുടെ പുസ്തകം 3-ാം അധ്യായം 7-ാം വാക്യം. അതുവരെ നിഷ്കളങ്കരായിരുന്നവർ അതോടെ ലജ്ജിക്കുകയും കാമത്തിന് വിധേയരാവുകയും ചെയ്തു. അവർ അത്തിയിലകൾ തുന്നിച്ചേർത്ത് അവരുടെ നഗ്നത മറച്ചു. പുതിയ ആത്മബോധത്തെയും അന്യവൽക്കരണത്തെയും ഇത് സൂചിപ്പിക്കുന്നു. ദൈവം അടുത്തു വന്ന് അവരെ ശ്രവിച്ചപ്പോൾ അവർ കുറ്റമേറ്റു പറയുന്നതിന് പകരം അവർ ഭയന്ന് ഒളിച്ചു.
ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 8 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ ദൈവവുമായുള്ള അവരുടെ സൗഹൃദം എങ്ങനെ നഷ്ടമായെന്ന് ഇത് വ്യക്തമാക്കുന്നു. ദൈവവുമായുള്ള അടുപ്പം നഷ്ടപ്പെടുകയും കുറ്റബോധം അകൽച്ചയും ഉണ്ടാവുകയും ചെയ്തു. ആദാമിനോട് ഭൂമി മുള്ളുകൾ മുളപ്പിക്കുമെന്നും അവൻ്റെ ജോലികൾ കഠിനാധ്വാനമായിരിക്കുമെന്നും ദൈവം പറഞ്ഞു. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 17 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ. ഹവ്വായാകട്ടെ വേദനയോടെ കുട്ടികളെ പ്രസവിക്കേണ്ടി വരും. ഉൽപ്പത്തി 3:16. ദൈവവുമായുള്ള ബന്ധം നഷ്ടപ്പെട്ടതിൻ്റെ അടയാളമായി അവരെ ഏദോൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കി. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 23-24 വാക്യങ്ങൾ. ആത്മീയമായ മരണം അനുസരണക്കേടിൻ്റെ ആ ദിവസം തന്നെ സംഭവിച്ചു. പിന്നീട് ശാരീരിക മരണം ആദാമിനുണ്ടായി. 90-30 വയസ്സായിരുന്നു അപ്പോൾ അദ്ദേഹത്തിന്. ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായം 5-ാമത്തെ വാക്യം. വീഴ്ചയുടെ അനന്തരഫലങ്ങൾ ആദാമിലും ഹവ്വായിലും മാത്രമായി ഒതുങ്ങി നിന്നില്ല, മറിച്ച് അവരുടെ എല്ലാ സന്താന പരമ്പരകളെയും ബാധിച്ചു. ആദ്യ മനുഷ്യൻ എന്ന നിലയിൽ ആദാം മനുഷ്യവംശത്തിൻ്റെ പ്രതിനിധിയായിരുന്നു. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 12-ാമത്തെ വാക്യത്തിൽ പൗലോസ്ലീഹ പറയുന്നു, ഒരു മനുഷ്യൻ മൂലം പാപം മൂലം മരണവും ലോകത്തിൽ പ്രവേശിച്ചു. വീണ്ടും 5-ാം അധ്യായം 19-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ഒരു മനുഷ്യൻ്റെ അനുസരണക്കേടിനാൽ അനേകർ പാപികളായി തീർന്നു. ആദാമിൻ്റെ പാപത്തിൻ്റെ വ്യക്തിപരമായ കുറ്റം നമുക്ക് ബാധകമല്ല. എന്നാൽ ആദം നമുക്ക് വേണ്ടി നഷ്ടപ്പെടുത്തിയ വിശുദ്ധിയുടെ കൃപയില്ലാതെയാണ് നാം ജനിക്കുന്നത്. അതിനാൽ നമ്മൾ തിന്മയിലേക്ക് ചാഞ്ഞിരിക്കുന്നു. അതുകൊണ്ടാണ് ജന്മപാപത്തിൽ നിന്ന് വിമുക്തമാക്കുവാൻ കത്തോലിക്ക സഭ ശിശുക്കളെയും സ്നാനപ്പെടുത്തുന്നത്. ദൈവം ആദാമിനെയും ഹവ്വായെയും അവരുടെ വീഴ്ചയുടെ അടയാളമായി പച്ചിലകൾക്ക് പകരം തോലുകൾ കൊണ്ട് നഗ്നത മറച്ചു. ഉൽപ്പത്തി പുസ്തകം 3-ാമത്തെ അധ്യായം 21-ാമത്തെ വാക്യം. സർപ്പത്തെ ശിക്ഷിക്കുമ്പോൾ ദൈവം മനുഷ്യരാശിക്ക് ഒരു പ്രതീക്ഷയുടെ വാഗ്ദാനം നൽകി. നീയും സ്ത്രീയും തമ്മിലും നിന്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിലും ഞാൻ ശത്രുത ഉളവാക്കും. അവൻ നിന്റെ തലയിൽ തകർക്കും, നീ അവൻ്റെ കുതികാലിൽ പരിക്കേൽപ്പിക്കും. ഉൽപ്പത്തി 3:15. ഈ വാക്യം ഫ്രോട്ടോ ഇവഞ്ചേലിയം അഥവാ മനുഷ്യകുലത്തിൻ്റെ വീണ്ടെടുപ്പിൻ്റെ പ്രഥമ സുവിശേഷമായി അറിയപ്പെടുന്നു. ആദാമിൻ്റെ അനുസരണക്കേടിന് പ്രായശ്ചിത്തം ചെയ്യുന്ന പുതിയ ആദാമായ ക്രിസ്തുവിനെ ഇവിടെ ദൈവം വാഗ്ദാനം ചെയ്യുന്നു. സ്ത്രീ എന്നത് ആദ്യം ഹവ്വായെ പരാമർശിക്കുന്നെങ്കിലും അത് നടപ്പിലാകുന്നത് രക്ഷകനായ ഈശോ മിശിഹായുടെ അമ്മയായ മറിയത്തിലാണ്. അങ്ങനെ മനുഷ്യവർഗം പാപത്തിൻ്റെ കൈപ്പേറിയ ഫലങ്ങളും രക്ഷയ്ക്കുള്ള പ്രത്യാശയുടെ കിരണവും അനുഭവിക്കുവാൻ തുടങ്ങി. ആദാമിനെയും ഹവ്വായെയും യഥാർത്ഥ വ്യക്തികളായും മുഴുവൻ മനുഷ്യവംശത്തിൻ്റെയും മാതാപിതാക്കളായും കാണുന്നു. ചിലർ ചോദിക്കാറുണ്ട്, ആദാമിൽ നിന്നും ഹവ്വായിൽ നിന്നും മനുഷ്യവംശം എങ്ങനെ വികസിച്ചു? ആദാമിനും ഹവ്വായ്ക്കും നിരവധി കുട്ടികളുണ്ടായിരുന്നു, പ്രത്യേകിച്ച് കായേനും ആബേലും പിന്നീട് സെത്തും. ഉൽപ്പത്തി 4:25. ഉൽപ്പത്തിയുടെ പുസ്തകം 5-ാം അധ്യായം 3-4 വാക്യങ്ങളിൽ പറയുന്നത് അദ്ദേഹത്തിന് മറ്റു പുത്രന്മാരും പുത്രിമാരും ഉണ്ടായിരുന്നു എന്നുമാണ്. സുദീർഘമായ ഈ കാലഘട്ടത്തിൽ സഹോദരങ്ങളുടെ ഒരു വലിയ തലമുറ ആദാമിൽ നിന്നും ഹവ്വായിൽ നിന്നും ജനിച്ചിട്ടുണ്ടാവും. മനുഷ്യവംശത്തെ ജനിപ്പിക്കുന്നതിന് ആദ്യ തലമുറകൾ പരസ്പരം വിവാഹം കഴിക്കേണ്ടി വരുമായിരുന്നു. ആദ്യകാല യുഗത്തിൽ അത്തരം അടുത്ത ബന്ധങ്ങളുടെ വിവാഹങ്ങൾ ആവശ്യമായിരുന്നു. തലമുറകൾ തുടരുന്നതിനനുസരിച്ച് വ്യത്യസ്തമായ കുടുംബ പാരമ്പര്യങ്ങൾ, ശിഖരങ്ങൾ നിലനിൽക്കുന്നതുവരെ കൂടുതൽ അകന്ന ബന്ധുക്കൾ, കസിൻസ് തുടങ്ങിയവർ തമ്മിൽ വിവാഹം നടന്നു. പിന്നീട് മതത്തിൻ്റെ വിലക്കുകളാൽ അത് അപലപിക്കപ്പെട്ടു. മോശയുടെ കാലമായപ്പോഴേക്കും ദൈവത്തിൻ്റെ നിയമം അടുത്ത ബന്ധുക്കൾ തമ്മിലുള്ള വിവാഹത്തെ വ്യക്തമായും നിരോധിച്ചു. ലേവ്യരുടെ പുസ്തകം 18-ാം അധ്യായം 6 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ. ആദാം യേശു ക്രിസ്തുവിൻ്റെയും ഹവ്വ കന്യകാമറിയത്തിൻ്റെയും പ്രതിരൂപങ്ങളായി മനസ്സിലാക്കപ്പെടുന്നു. യേശുവിനെ പലപ്പോഴും പുതിയ ആദാം അല്ലെങ്കിൽ അവസാനത്തെ ആദാം എന്ന് വിളിക്കുന്നുണ്ട്. ആദാം വരുത്തിയ നാശനഷ്ടങ്ങൾ പുതിയ ആദാമായ ക്രിസ്തു ഇല്ലാതാക്കുന്നു. മറിയത്തിൻ്റെ അനുസരണവും വിശ്വാസവും അവളെ പുതിയ ഹവ്വായാക്കുന്നു. ആദാമിൻ്റെയും ഹവ്വായുടെയും കഥ ജൂതമതം, ക്രിസ്തുമതം, ഇസ്ലാം എന്നിവയിൽ പൊതുവായുണ്ട്. എന്നാൽ ജൂതമതത്തിലും ഇസ്ലാമിലും ആദിമപാപം എന്ന ആശയമേ ഇല്ല. ഓരോ വ്യക്തിയും ശുദ്ധമായ ആത്മാവും സ്വതന്ത്രമായ ഇച്ഛാശക്തിയും ഉള്ളവരാണെന്ന് ജൂതമതം പഠിപ്പിക്കുന്നുണ്ട്.
ഒരു വ്യക്തിക്ക് നന്മയും തിന്മയും ചെയ്യുവാനുള്ള പ്രവണതയുണ്ട്. കൂടാതെ ഓരോ വ്യക്തിയും സ്വന്തം തിരഞ്ഞെടുപ്പുകൾക്ക് ഉത്തരവാദിയാണ്. ദൈവത്തിൻ്റെ കൽപ്പന പിന്തുടരുകയോ പ്രലോഭനത്തിന് വഴങ്ങുകയോ ചെയ്യുന്നതിന് ഓരോ വ്യക്തിക്കുമുള്ള സ്വാതന്ത്ര്യത്തിൻ്റെ പ്രോട്ടോടൈപ്പായി ഏദൻ വിവരണത്തെ യഹൂദമതം കാണുന്നു. പരാജയപ്പെടുമ്പോൾ നാം പ്രായശ്ചിത്തം ചെയ്യണം. ജൂതമതം അനുസരിച്ച് നമുക്ക് പ്രായശ്ചിത്തം ചെയ്യുവാൻ ഒരു മധ്യസ്ഥനോ രക്ഷകനോ ആവശ്യമില്ല. ആത്മാർത്ഥമായ മനസാന്തരവും നീതിനിഷ്ഠവുമായ ജീവിതവുമാണ് ജൂതമതം അനുശാസിക്കുന്നത്. ആദാമുമായിട്ടുള്ള ദൈവിക ഉടമ്പടി കത്തോലിക്ക ദൈവശാസ്ത്രം ആദാമുമായുള്ള ദൈവത്തിൻ്റെ ഇടപെടലുകളിൽ വ്യക്തമായ ഉടമ്പടി ഉണ്ടെന്ന് അവതരിപ്പിക്കുന്നുണ്ട്. ദൈവവുമായും മറ്റുള്ളവരുമായും എല്ലാ സൃഷ്ടികളുമായും യോജിപ്പിൽ ജീവിക്കുവാൻ മനുഷ്യരാശിയോടുള്ള ദൈവാഹ്വാനത്തിൻ്റെ ഉടമ്പടിയായി സൃഷ്ടിയുടെ വിവരണത്തെ സഭ കാണുന്നുണ്ട്. ആദാമിൻ്റെ പാപത്തിന് ശേഷം ഉടനടി വീണ്ടെടുപ്പിന് വാഗ്ദാനം ചെയ്ത് പ്രോട്ടോ എവഞ്ചേലിയം എന്നറിയപ്പെടുന്ന ഉടമ്പടി ദൈവം ഉണ്ടാക്കുന്നു. പാപത്തിന്മേലും മരണത്തിന്മേലും ക്രിസ്തു വിജയം വരിക്കുന്ന പ്രവാചകനായി ഈ ദൈവിക ഉടമ്പടിയിൽ കാണുന്നുണ്ട്. ആദാമിൻ്റെയും ഹവ്വായുടെയും ജീവിതത്തിൽ നിന്ന് നമുക്ക് എന്ത് പഠിക്കാനുണ്ട്? ഒന്ന്, ദൈവം ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത് മനുഷ്യകുലത്തിന് വേണ്ടിയാണെന്ന് ആദാമും ഹവ്വായുടെയും ജീവിതകഥ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ദൈവവുമായുള്ള സൗഹൃദത്തിൽ ജീവിക്കുവാനും സഹജീവികളെ സ്നേഹിച്ച് പരിപാലിക്കുവാനും നാം കടപ്പെട്ടിരിക്കുന്നു. രണ്ട്, ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലുമാണ് നാം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. ഓരോ മനുഷ്യനും ദൈവത്തിന് മുമ്പിൽ കുലീനനും വിലപ്പെട്ടവനുമാണ്. ആ അർത്ഥത്തിൽ എല്ലാ മനുഷ്യരെയും നാം ബഹുമാനിക്കണം. മൂന്ന്, ദൈവം സ്ഥാപിച്ച് വിശുദ്ധീകരിച്ച വിവാഹം ഒരു ദൈവിക പദ്ധതിയാണ്. ദമ്പതികളുടെയും കുടുംബത്തിൻ്റെയും ഐക്യം നിലനിർത്തുവാൻ നാം ശ്രദ്ധിക്കണം. നാല്, ആദാമിൻ്റെയും ഹവ്വായുടെയും പഠനം പഠിപ്പിക്കുന്നത് എല്ലാ പാപങ്ങളും ഉത്ഭവിക്കുന്നത് ദൈവത്തോടുള്ള അവിശ്വസ്തതയിൽ നിന്നാണ്. ആദാമിനെയും ഹവ്വായെയും പോലെ നമ്മുടെ പാപങ്ങളുടെ മൂലകാരണം അഹങ്കാരമാണ്. സ്വന്തം ഇച്ഛാശക്തിക്ക് അതീതമായി ദൈവത്തിന് നാം മുൻഗണന നൽകണം. പിശാചിൻ്റെ നുണകൾക്കെതിരെ ജാഗ്രത പാലിക്കുവാൻ അവരുടെ കഥ നമുക്ക് മുന്നറിയിപ്പ് നൽകുന്നു. അഞ്ച്, പാപഫലമായി അകൽച്ച, ലജ്ജ, മരണം എന്നിവ ഉണ്ടാകുന്നു. ആദാമും ഹവ്വായും ദൈവത്തിൽ നിന്ന് ഒളിച്ചോടുകയും ലജ്ജ അനുഭവിക്കുകയും പറുദീസയിൽ നിന്ന് പുറത്താക്കപ്പെടുകയും ചെയ്യുന്നത് പാപം ആത്മാവിൽ വരുത്തുന്ന വിനാശത്തിൻ്റെ ചിത്രമാണ്. അത് നമ്മെ ദൈവത്തിൽ നിന്നും സ്വർഗത്തിൽ നിന്നും മറ്റുള്ളവരിൽ നിന്നും അകറ്റിക്കളയുന്നു. ആറാമത്, ആദാം ഹവ്വായെ കുറ്റപ്പെടുത്തുന്നതിൽ നിന്നും ഹവ്വ സർപ്പത്തെ കുറ്റപ്പെടുത്തുന്നതിൽ നിന്നും വ്യത്യസ്തമായി നാം നമ്മുടെ പാപങ്ങളുടെ ഉത്തരവാദിത്വം സ്വയം ഏറ്റെടുക്കണം. ന്യായീകരിക്കുന്നതിന് പകരം നാം പാപത്തെ ഏറ്റുപറയുകയും അനുദപിക്കുകയും വേണം. ആദാമിൻ്റെയും ഹവ്വായുടെയും പരാജയം പശ്ചാത്താപത്തിൻ്റെ അഭാവമായിരുന്നു. ഏഴാമത്, നന്മയ്ക്കും തിന്മയ്ക്കും ഇടയിലുള്ള ഒരു തിരഞ്ഞെടുപ്പാണ് നമ്മുടെ ആത്മീയ ജീവിതം. അതിൽ നാം ജാഗ്രത പാലിക്കണം. തിന്മയെ വെറുക്കുവാനും നന്മയെ തിരഞ്ഞെടുക്കുവാനും നമുക്ക് സാധിക്കണം. എട്ടാമതായി, ദൈവത്തിൻ്റെ പദ്ധതിയിലും കരുണയിലും വിശ്വസിക്കുക. ദൈവം ആദാമിനോട് ഹവ്വായോട് കരുണ കാണിച്ചു. ദൈവം അവരെ വസ്ത്രം ധരിപ്പിക്കുകയും രക്ഷകനെ വാഗ്ദാനം ചെയ്യുകയും ചെയ്തു. നാം പരാജയപ്പെടുമ്പോഴും ദൈവത്തിൻ്റെ സ്നേഹം നിലനിൽക്കുന്നുണ്ട്. സഭയിലെ അനുരഞ്ജന കൂദാശ ദൈവത്തിലേക്കുള്ള നമ്മുടെ വ്യക്തിപരമായ തിരിച്ചുവരവിനെ സഹായിക്കുന്നുണ്ട്. ഒൻപതാമത്, ദൈവഹിതത്തോടുള്ള അനുസരണത്തിൻ്റെ പ്രാധാന്യം ആദാമും ഹവ്വായും നമ്മെ പഠിപ്പിക്കുന്നു. ഈശോ പറഞ്ഞു, എൻ്റെ ഇഷ്ടമല്ല, അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ. അതുപോലെ ദൈവ ഇഷ്ടത്തിന് വഴങ്ങിയ പുതിയ ആദാമായ ക്രിസ്തു നിത്യജീവിതത്തിലേക്കുള്ള മാർഗം നമ്മളെ കാണിച്ചു തന്നു. മറിയത്തിൻ്റെ അനുസരണ ദൈവത്തോടുള്ള ഓരോ വിശ്വാസിയുടെയും പ്രതികരണത്തിന് മാതൃകയാണ്. നമുക്കൊരു പ്രാർത്ഥനയോടെ അവസാനിപ്പിക്കാം. സ്വർഗസ്ഥനായ പിതാവേ, അങ്ങ് ആദാമിനെയും ഹവ്വായെയും അങ്ങയുടെ സാദൃശ്യത്തിൽ സൃഷ്ടിച്ചു. അവരെ അങ്ങയുടെ മക്കളായി സ്നേഹിച്ചു. അവർ പാപത്തിൽ വീണുപോയെങ്കിലും അങ്ങയുടെ കാരുണ്യത്താൽ രക്ഷകനെ വാഗ്ദാനം ചെയ്യുകയും പുതിയ ആദാമായ യേശുക്രിസ്തുവിലും പുതിയ ഹവ്വായായ മറിയത്തിലും ഞങ്ങൾക്ക് പുതുജീവൻ നൽകുകയും ചെയ്തു. കർത്താവെ, അവരുടെ ജീവിതാനുഭവത്തിൽ നിന്ന് പഠിച്ച് എപ്പോഴും അങ്ങയിൽ വിശ്വസിക്കുവാനും അങ്ങയുടെ തിരുവിഷ്ടം അനുസരിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ പ്രലോഭനത്തെ നേരിടുമ്പോൾ മരുഭൂമിയിൽ യേശുവിനെ നയിച്ച അതേ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ.
ഞങ്ങൾ വീഴുമ്പോൾ അനുതാപത്തിൻ്റെ കൃപയും ക്രൂശിൽ ക്രിസ്തു നേടിയെടുത്ത നിൻ്റെ ക്ഷമയുടെ പ്രത്യാശയും ഞങ്ങൾക്ക് നൽകണമേ. പിതാവേ, ദുഷ്ടൻ്റെ വഞ്ചനയിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ആമേൻ.